കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താക്കന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് കുടുംബ കോടതിയിൽ ഭാര്യ ഭർത്താവിന് എതിരെ ആയിട്ട് മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു, അതുപോലെ തന്നെ 498 കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ DV കേസ് എന്നിവ ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഭർത്താവ് തിരിച്ചെന്ത് ഫയൽ ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഈ പറഞ്ഞ കേസുകളൊക്കെ ഫയൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ഒരു പരപുരുഷ ബന്ധമുണ്ട്. ആ പരപുരുഷ ബന്ധം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള കാരണത്താലാണ് ഭാര്യ എനിക്ക് എതിരെ ഇതുപോലെയുള്ള കള്ള കേസുകൾ ഫയൽ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് കോടതിയിൽ തിരിച്ച് കേസും മറുപടി ഫയൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അഡൾട്ടറി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല. പകരം ഭാര്യ പറഞ്ഞ ഇന്ററിം മെയിൻ്റനൻസ്, താൽക്കാലിക ചെലവിനുള്ള തുക കൊടുക്കുവാനായിട്ട് കോടതി ഉത്തരവ് ഇടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം തെളിവെടുപ്പ്, എവിഡൻസ് സ്റ്റേജ് വന്നു, തെളിവെടുപ്പ് നടന്നു. ആ തെളിവെടുപ്പ് നടന്ന സമയത്ത് കോടതിയിലെ ഭർത്താവിന് തെളിയിക്കാനായിട്ട് പറ്റി ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട് എന്നും ആ അവിഹിത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെതിരെ ഈ കള്ളക്കേസുകൾ മുഴുവനും കൊടുത്തത് എന്ന് ഭർത്താവിന് കോടതിയിൽ തെളിയിക്കുവാനായി സാധിക്കുകയും ചെയ്തു. അപ്പൊ ഇത് തെളിയിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 വർഷത്തോളം ഇത് തെളിയിക്കാനായിട്ട് വേണ്ടി വന്നു. അപ്പൊ ഇത്രയും കാലത്തോളം ഭാര്യ എല്ലാ മാസവും ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഇടക്കാല ഉത്തരവ് പ്രകാരം ചെലവിനുള്ള തുക മേടിച്ചിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പുതിയ BNSS 144 പ്രകാരം ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 0 അലവൻസ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എവിഡൻസിന് മുമ്പ് തന്നെ ഭാര്യ ഒരു 4-5 കൊല്ലം കൊണ്ട് അത്യാവശ്യം ഒരു സംഖ്യ ചെലവിനായിട്ട് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു. എവിഡൻസ് സ്റ്റേജിൽ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന് തെളിഞ്ഞപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എന്താണ്? ഇത്രയും നാളും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അനുഭവിച്ച ആ ഇന്ററിം മെയിൻ്റനൻസിന്റെ തുകയും 10% പലിശയും അടക്കം തിരിച്ച് ഭർത്താവിന് കൊടുക്കണം എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് വന്നിട്ടുള്ളത്. ഇത് 2026 ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടുള്ള ഒരു കോടതി വിധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഒരു അഡൾട്ടറി ഉണ്ട്, അവിഹിത ബന്ധമുണ്ട് എന്ന് തെളിയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് നമ്മുടെ എങ്ങാനും ഇന്ററിം മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും തെളിഞ്ഞാൽ അത് തിരിച്ച് ഭർത്താവിന് പലിശ സഹിതം കിട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.